ഗൈസ്, വെൽക്കം ബാക്ക് ടു റെഡ് ഡെവിൾ സ്റ്റോക്സ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ കുറച്ച് ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈനിങ് ലാസ്റ്റ് ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, അറ്റ്ലാന്റയുടെ ജോസെ എഡേഴ്സന്റെ ഡീല് കഴിഞ്ഞതോടു കൂടി നെക്സ്റ്റ് ആരായിരിക്കും വരിക, അതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം. ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആകാംക്ഷ മാത്രമായി പോകുമോ എന്നുള്ളതാണ് ഇപ്പൊ ടെൻഷൻ. കാരണം ലാസ്റ്റ് സീസണിൽ ഇതുപോലെ തന്നെയായിരുന്നു. തുടക്കത്തിൽ തന്നെ നമ്മൾ കൂനിയനെ കൊണ്ടുവന്നു വോൾസ് നിന്ന്, പിന്നെ 1.5 മാസം എടുത്തിട്ടാണ് എംബോമോനെ കൊണ്ടുവന്നത് ബ്രെൻഫോർഡ്. അതുപോലെ തന്നെ ആയിരിക്കും, എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോ നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മത്തായസ് ഫെർണാണ്ടസിന്റെ പിന്നാലെയാണ് എന്നുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. അതായത് വെസ്റ്റ് ഹാമിന്റെ മത്തായസ് ഫെർണാണ്ടസ്. വെസ്റ്റ് ഹാം റെലഗേറ്റ് ആയി, പക്ഷേ അവരൊരു പിടിവാശി പോലെ തന്നെയാണുള്ളത്. ഒരു 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 പിടിവാശിയിൽ ആ ഒരു 80 മില്യൺ കിട്ടിയേ മതിയാവുള്ളൂ. നല്ല പ്ലെയറൊക്കെയാണ്, 21 ഇയേഴ്സ് ഓൾഡ്. പ്രീമിയർ ലീഗിൽ എല്ലാ ടീമുകളും, ആർസണൽ ഉണ്ട്, PSG ഉണ്ട്, നമ്മളുണ്ട്. പക്ഷേ ആർസണലിന് ഫെർണാണ്ടസിന് വേണ്ടെന്നുള്ളത് ഫെർണാണ്ടസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ്, അതല്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത് PSG വല്ലാണ്ട് കളിക്കുന്നുണ്ട്. PSG എല്ലാവർക്കും അറിയാലോ, ഖത്തർ മാനേജ്മെന്റ്, ഖത്തറീസ് ആണ്. ഖത്തറീസ് പിന്നെ പൈസ വാരി അങ്ങോട്ട് എറിയും. 80 എങ്കിൽ 80, അതെന്തായാലും അവർ കൊടുക്കും. നമ്മുടെ അവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. ഇപ്പൊ ഈ ഹൊയ്ലുണ്ട് പോയി, അത് പറയാൻ പറ്റുപോയി. നമ്മുടെ റാസ്മസ് ഹൊയ്ലുണ്ട്, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ മെമ്മറീസ്. ആ ആസ്റ്റൺ വില്ലയുടെ കൂടെ ഒരു ഡബിളൊക്കെ അടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളിയായിരുന്നു അത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലയിൽ ഒരു കുറേ കാലത്തിന് ശേഷം ഒരു ഗോൾ ഡ്രൗട്ട് എന്നുള്ള പോലെ ഹൊയ്ലുണ്ടിന്റെ ഒരു ഗോളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ താങ്ക് യു ഫോർ ദ മെമ്മറീസ്. അപ്പോൾ ഹൊയ്ലുണ്ടിനെ നമുക്ക് 44 മില്യൺ പ്ലസ് അവനെ നെപ്പോളിയിലേക്ക് ലോണിൽ വിട്ട ഒരു 6 മില്യൺ, അതായിരുന്നു ആ ഒരു ഡീൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പൈസ നേരെ എഡേഴ്സണിലേക്ക് തിരിച്ചിട്ടുണ്ടാവും. എഡേഴ്സണിന് ഇപ്പോൾ 45 ആണല്ലോ, അപ്പോൾ അത് നേരെ തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അപ്പൂപ്പന്റെ കണക്കിൽ 150 മില്യണിന് 3 മിഡ് വാങ്ങുന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ 150 ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം പുള്ളിക്കാരന്റെ കണക്ക് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ. പുള്ളി എന്താണ് ചെയ്തു കൂട്ടുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പൊ മത്തായസ് ഫെർണാണ്ടസിന് വെസ്റ്റ് ഹാം 80 കുറച്ചൊരു പരിപാടിയില്ല. അവര് സതാംപ്ടണിൽ നിന്ന് വാങ്ങിയപ്പം 38 മില്യൺ ആണ് പോലും വാങ്ങിയത്. അപ്പൊ അതിന്റെ ഡബിള് കിട്ടണം. 38 പ്ലസ് ആഡ് ഓൺസ് ആണ്. അപ്പൊ അതിന്റെ ഡബിള് കിട്ടിയാൽ മതിയാവുള്ളൂ. അപ്പൊ 80 പ്ലസ് ആഡ് ഓൺസ് അത് നിർബന്ധം. നമ്മളൊരു 60 ഒക്കെ ആണെങ്കിൽ സൂട്ടായിരുന്നു, സത്യം പറയാലോ. 60 പ്ലസ് ആഡ് ഓൺസ് അല്ലെങ്കിൽ 50 to 55 പ്ലസ് ആഡ് ഓൺസ് എന്നുള്ള രീതിയിലാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഒന്നും വേണ്ടിയിരുന്നില്ല. പക്ഷെ അത് തോന്നുന്നില്ല, കാരണം അവര് അത്രയും വാശി പിടിക്കുകയാണ്. ഒരു റെലഗേറ്റ് ആയിട്ടും എന്തിനാണ് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. വെസ്റ്റ് ഹാമിന് എന്തോ 100 മില്യണോളം റവന്യൂ സെയിൽസ് ഉണ്ടാക്കണം എന്നാണ് കണ്ടത്. പക്ഷെ അതിന് എത്ര പ്ലേയേഴ്സ് ഉണ്ട് അവിടെ? എന്തായാലും ഫെർണാണ്ടസിന്റെ കാര്യം എന്തായാലും ഫെർണാണ്ടസ് പോകും. പിന്നെ ഡിയൂഫ് മിക്കവാറും പോകും. ബൊവനൊക്കെ മിക്കവാറും പോകും. ബൊവനെയൊക്കെ ആരെങ്കിലും കൊണ്ടുപോകും എന്തായാലും. അപ്പൊ അതാണ് സംഭവം. പിന്നെ നമ്മുടെ മാർക്കസ് റാഷ്ഫോർഡിന്റെ ബാസ ഓൾമോസ്റ്റ് എടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് റാഷ്ഫോർഡിന് ന്യൂകാസിലിന് ഒരു താല്പര്യമുണ്ട്. ന്യൂകാസിലിന് അവരുടെ ഗോർഡൻ പോയല്ലോ, ഗോർഡന്റെ ബാസ കൊണ്ടുപോയില്ല. അപ്പൊ ഗോർഡന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് റാഷ്ഫോർഡിനെ എടുത്താലോ എന്നുള്ള ഒരു ഇത് സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്ക് ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അതൊരു നല്ലൊരു ഡീലായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം അവർ 30 അല്ലെങ്കിൽ 35, 40 ഒക്കെ തരാനുള്ള തയ്യാറുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അതും ഒന്നിക്ക് ടൊണാലിന്റെ ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോക്കിയാൽ സെറ്റ് ആയിരിക്കില്ലേ? അതെങ്ങനെ ഉണ്ടാവും? അത് അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരു സ്വാപ്പ് ഡീൽ പോലെ. അതായത് റാഷ്ഫോർഡ് പ്ലസ് എന്തെങ്കിലും ക്യാഷ്. പിന്നെ ടൊണാലിന്റെ ന്യൂസ് പറയാനാണെങ്കിൽ ടൊണാലിക്ക് ഒരു 80 മില്യൺ ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിപ്പം ന്യൂകാസിലും 100 തന്നെ വേണം. 100 കിട്ടാണ്ട് നടക്കൂല എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വാക്ക് ഓവർ ചെയ്യുന്നുള്ള ഒരു അങ്ങനത്തെ ഒരു നെഗറ്റീവ് പോലത്തെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട്.
അത് ഭയങ്കരമായിട്ട് ഒരു വിഷമായി. കാരണം നമുക്ക് ആകെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നോക്കുന്നതിൽ ടൊണാലി മാത്രമേ ഉള്ളൂ. എലിയോട്ടിന് എന്തായാലും കിട്ടില്ല. എലിയോട്ടിന്റെ ന്യൂസ് ഒന്നും പറയാത്തതാണ് നല്ലത്. കാരണം സിറ്റി ഫസ്റ്റ് ബിഡ് ടു ഓൺ ദ സ്പോട്ടിൽ റിജക്റ്റ് ആണ്. നോട്ടിംഗ്ഹാം പറഞ്ഞത് ആർസണൽ റൈസിന് വേണ്ടിയിട്ട് 105 മില്യൺ എങ്ങാനാണ് അവർ സ്പെൻഡ് ചെയ്തത്. അതൊക്കെ പാസ് ചെയ്ത് അതൊക്കെ കടത്തിയിട്ട് വേണം നമുക്ക് കിട്ടാൻ. ഓൾറെഡി കൈസേഡോന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈസേഡോ ചെൽസിയിലേക്ക് പോയപ്പോഴും 100+, 110 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മേളിൽ വേണം. അപ്പൊ ഇവന്മാരുടെ പ്ലാൻ ഇത് തന്നെയാണ്, 120+, മിനിമം 120. അത് തന്നെയായിരിക്കും നോട്ടിംഗ്ഹാമിന്റെ പ്ലാൻ. കാരണം സിറ്റിക്ക് റോഡ്രി പോവാണ്, റോഡ്രി മിക്കവാറും മാഡ്രിഡിലേക്ക് പോവും. അങ്ങനെ ആവുമ്പോൾ എന്തായാലും റോഡ്രിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് എലിയോട്ടിനെ അവർ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് താങ്ങില്ല, 120 എന്തായാലും നമുക്ക് താങ്ങില്ല. നമ്മളെന്തായാലും അതിൽ നിന്ന് വോക്ക് ഓവർ നടത്തില്ല. പക്ഷെ ടൊണാലിയിൽ നിന്ന് നമ്മൾ വോക്ക് ഓവർ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നമാണ്. അത് ഇച്ചിരി പ്രശ്നം തന്നെയാണ് സത്യം പറയാലോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നടക്കൂല. കാരണം വേറൊരു മിഡില്ല നമുക്ക്. കെസമേറോന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് എഡേസനെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതാണ്. പിന്നെ വേറൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാർലോസ് ബലേബന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലാസ്റ്റ് സീസണിൽ നമ്മൾ 70 തരാന്ന് പറഞ്ഞതായിരുന്നു ബ്രൈറ്റനോട് ലാസ്റ്റ് സമ്മറിലെ. അപ്പൊ അവര് പറഞ്ഞില്ല, 120 കിട്ടാണ്ട് ചെയ്യില്ല. അപ്പോ ഈ സീസണിൽ എന്തായിരുന്നു പെർഫോമൻസ് എല്ലാവരും കണ്ടതല്ലേ, മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 40 to 50 ആ ഒരു റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു റേഞ്ചിൽ മാത്രമേ ഇപ്പം ബലേബയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ. പക്ഷെ ബ്രൈറ്റന്റെ പ്രൈസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബ്രൈറ്റന് മിക്കവാറും 70-80 എന്തായാലും ചോദിക്കും. പക്ഷെ ഇതാണിപ്പോ ബലേബക്ക് കൊടുക്കാനുള്ളത്. അതാവുമ്പോൾ നമുക്ക് സുഖസുന്ദരമായിട്ട് ബലേബനെ കിട്ടും. ബലേബന്റെ പേഴ്സണൽ ടേംസ് ഒന്നും ഒരു പ്രശ്നമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അത് ഓൾറെഡി ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളത്, അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ ബലേബയും എഡേഴ്സണൊക്കെ വന്നാലും അതൊക്കെ നമുക്കൊരു കെസമേറോന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ആ ഒരു കില്ലിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് വേണ്ടത്. കാസിം ഭായിന്റെ പെർഫോമൻസ് എല്ലാവർക്കും അറിയാലോ, വെട്ടൊന്ന് തുണ്ടം 2, അതാണ് മെന്റാലിറ്റി. ആ ഒരു ടൈപ്പാണ് വേണ്ടത്. അത് ശരിക്ക് ചൗമേനിക്ക് ഉണ്ടായിരുന്നു മാഡ്രിഡിന്റെ, പ്രോപ്പർ നമ്പർ 6. പക്ഷേ ചൗമേനിയും വാൽവർഡയും അവിടുന്ന് ഒരു കൊടുക്കില്ല. പെർസണ്ണനെ ഇനി എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണോ എന്താണെന്നും അറിയില്ല. 7th എങ്ങാനാണ് അവരുടെ പ്രസിഡന്റ് എലക്ഷൻ വരുന്നത്, അതിനു വേണ്ടിയിട്ട് പറയുന്നതാണെന്നല്ല. പക്ഷെ ജോസെ മൊറീനോ ഇപ്പൊ അവിടെ ഒരു വിറ്റൈക്കൽ വിൽപ്പന റിയൽ മാഡ്രിഡിൽ നടത്തുന്നുണ്ട്. അതില് അസെൻസിയോ ഉണ്ട്, കുറെ പേരുണ്ട്, റോഡ്രിഗോ ഉണ്ട്, കമാവിംഗ ഉണ്ട്. കമാവിംഗ ശരിക്കും നല്ലൊരു പ്ലെയർ ആയിരുന്നു, പക്ഷേ ഭയങ്കര ഒരു ഇഞ്ചുറി പ്ലെയർ ആയിപ്പോയി. ഇവിടെ ആണെങ്കിൽ പിന്നെ പറയണ്ടില്ലല്ലോ, തൊട്ടതിനും പിടിച്ചതിനും ഇഞ്ചുറിയാണ്. തുമ്മിയാൽ ഇഞ്ചുറി എന്നൊക്കെ പറയില്ല, അതുപോലത്തെയാണ് അവസ്ഥ. അപ്പോൾ കമാവിങ്ങനെ കൊണ്ടുവന്നതിനാൽ നമ്മൾ പെട്ടുപോകും. ചൗമേനി സെറ്റായിരുന്നു കേട്ടോ, ചൗമേനി വൻ സെറ്റായിരുന്നു. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. പിന്നെ അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവിസ് ഹാൾ, നമ്മൾ നല്ല രീതിയിൽ ഒരു ലെഫ്റ്റ് ബാക്കിനെ തപ്പുന്നുണ്ട്. ന്യൂ കാസിലിന്റെ ലെവിസ് ഹാളിന് ഒരു 50+ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ ടൊണാലി റാഷ്ഫോർഡ് പറഞ്ഞില്ല, അത് നടക്കുന്നില്ലെങ്കിൽ ശരിക്കും റാഷ്ഫോർഡ് ഹാൾ അത് ശരിക്കും നടക്കൂട്ടോ. ശരിക്ക് റാഷ്ഫോർഡിന് താല്പര്യം ഉണ്ടെങ്കിൽ ന്യൂ കാസിൽ അവനെ കൊണ്ടുപോവുകയും ചെയ്യും, നമുക്കൊരു സ്വാപ്പ് ഡീൽ നടത്തുകയും ചെയ്യാം. വിത്ത് റാഷ്ഫോർഡ് ഒന്നിക്ക് ഡയറക്റ്റ് സ്വാപ്പ് നടത്താം, അല്ലെങ്കിൽ ഒരു 10-20 എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യാം. ഹാള് ശരിക്ക് കിടിലം പ്ലെയറാണ്. മത്തായസ് ഫെർണാണ്ടസിനെയൊക്കെ പോലെ വളർന്നു വരുന്ന ഒരു കളിക്കാരനാണ്. ഭാവിയിൽ ചിലപ്പോൾ സൂപ്പറായി മാറും. കാരണം നമുക്ക് ഷോനെ മാത്രം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് വേറെ ആളില്ല, അതാണ് പ്രശ്നം. പിന്നെ നമ്മുടെ ഒരു പയ്യനുണ്ട്, ഹാരി അമാസ്, യങ്സ്റ്റർ, നമ്മുടെ കാരിങ്ടൺ ഒരു പയ്യനുണ്ട്. അവനെ യൂസ് ചെയ്യൽ നല്ലതാണ്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. കാരണം അവനെ അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല. കാരിക്ക് യൂസ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഡു ഓർ ഡൈ എന്നുള്ള രീതിയിലുള്ള ഒരു സീസണാണ്. കാരണം നമ്മൾ മാത്രമേ ഇപ്പോൾ ഒരു മേജർ ടൈറ്റിൽ അടിക്കാത്തതുള്ളൂ. ആർസണൽ അടിച്ചതോടുകൂടി ഒരു മേജർ ടൈറ്റിൽ, പ്രീമിയർ ലീഗോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗോ, ഒരു മേജർ ടൈറ്റിൽ അടിക്കാത്ത ഒരു ടീമായിട്ട് ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് കിട്ടിയത് FA കപ്പാണ് ഡൊമസ്റ്റിക്കിൽ, അതായത് നമ്മുടെ ടെൻഹാഗിന്റെ ടൈമിൽ. ലാസ്റ്റ് സീസണിൽ അമോറിം അവസാനം വരെ എത്തിയിരുന്നു. പക്ഷേ എല്ലാവരും തോൽപ്പിച്ച സ്പേഴ്സിനെ
നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല. ഒരുമാതിരി ഒരു കളിയായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. പോയ ബുദ്ധി ആന വലിച്ചാൽ വരില്ലല്ലോ. അത് നമ്മളിനി സംസാരിച്ചിട്ട് കാര്യമില്ല. ലവിസ് ഹാളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റാണ്. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി ശരിക്കും വേണ്ടത് മിഡ് തന്നെയാണ്. കാരണം ഇനിയിപ്പം വേൾഡ് കപ്പ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുമോ, അതാണിപ്പം പ്രശ്നം. വേൾഡ് കപ്പ് വരെ വെയിറ്റ് ചെയ്യും. വേൾഡ് കപ്പിൽ കാരണം പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റായി കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഒരു സംശയം. പിന്നെ നമ്മൾ ബോൺമൗത്തിനോട് അലക്സ് സ്കോട്ടിന്റെ കാര്യം ഒന്ന് ചെറിയ രീതിയിലൊന്ന് അന്വേഷിച്ചു. സ്കോട്ട് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ തന്നെയാണ്. സ്കോട്ടിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബോൺമൗത്തിന്റെ ഇറയോളന്റെ അണ്ടറിൽ ആ ഒരു അൺഡിഫീറ്റഡിലുള്ള പെർഫോമൻസിൽ മിഡ് ഭരിച്ചതാരാണ്? അലക്സ് സ്കോട്ട്. പക്ഷേ അലക്സ് സ്കോട്ടിനെയൊക്കെ മിക്കവാറും ഇറയോളനെ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ആസ്നലിന് അവിടെ ഒരു മിഡ് വേണം. ആസ്നൽ ടൊണാലിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. സ്കോട്ടിനെ സുഖസുന്ദരമായിട്ട് കിട്ടും. കാരണം അവന്റെ എക്സ് മാനേജറാണ് അവിടെ ഉള്ളത്. സുഖസുന്ദരമായിട്ട് പോകും. പക്ഷെ ആ പ്രൈസും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അവന് 2028 എങ്ങാനും കോൺട്രാക്ട് എക്സ്പയർ ആവും സ്കോട്ടിന്റെ. അപ്പൊ പുതുക്കാനുള്ള ഒരു പ്ലാൻ ഇല്ല അലക്സ് സ്കോട്ടിന്. അങ്ങനെയാണെങ്കിൽ ഒരു 50-60+ അത്ര തന്നെയായിരിക്കും സ്കോട്ടിന്റെ ഒക്കെ വാല്യൂ വരില്ല. ആൻഡേഴ്സണിന് മാത്രമാണ്. എലിയോട്ടിനാണ് ഒരു ഭയങ്കര റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 120+ ഒക്കെ കൊടുത്ത് ഫ്ലോപ്പ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നല്ല പ്ലെയറാണ്. ഏരിയൽ ഡ്വൽസിലായിക്കോട്ടെ, ഗ്രൗണ്ട് ഡ്വൽസിലായിക്കോട്ടെ, പാസസിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, എല്ലാത്തിലും, അറ്റാക്കിങ്ങിലും ഡിഫൻസിലും എല്ലാത്തിലും എന്താ പറയാ, ഒരു പെർഫെക്റ്റ് പ്ലെയർ ആയിരുന്നു. പക്ഷെ 120 മില്യൺ, അതാണ് ഒരു പ്രശ്നം. അത് റിയലാണ് ഒരു സീന്. അതിന് പകരമായിട്ട് 26 ഇയേഴ്സ് ഓൾഡ് ഉള്ള ടൊണാലിക്ക് ഒരു 80 ശരി കിട്ടും തോന്നുന്നില്ല. കാരണം ന്യൂകാസിലിന് ഇപ്പോൾ അത് നിർബന്ധമായിട്ടും 100 വേണമെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. പിന്നെ മത്തായസ് ഫെർണാണ്ടസ്, എല്ലാം നമ്മൾ ഏതൊക്കെ പ്ലെയറിനെ നോക്കിയിട്ടുണ്ടോ എല്ലാവരും മിനിമം 100ന്റെ അടുത്തായിരിക്കും. മത്തായസ് ഫെർണാണ്ടസിന് നോക്കി 80 മില്യൺ കൊടുക്കണം. ടൊണാലിക്ക് ഇപ്പോൾ 100 കൊടുക്കണം. എലിയോട്ടിന് 120+. അതിനിപ്പോൾ ചൗമേനി പോവുകയാണെങ്കിലും ചൗമേനിക്കും എന്തായാലും 80+ കൊടുക്കേണ്ടി വരും. 80+ എന്തായാലും കൊടുക്കേണ്ടി വരും. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആകെ ഇപ്പോൾ എഡേഴ്സണിന് തന്നെ ശരിക്കും 45 ആണ് കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നും പ്രൈസ് കൊടുക്കേണ്ട ശരിക്കും ഒരു ആവശ്യമില്ല. 35+ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം നെഗോഷിയേഷൻ ചെയ്തിട്ടും അപ്പൂപ്പന് ഒന്നിലും ഒരു തീരുമാനമാകാൻ പറ്റിയില്ല. ലാസ്റ്റ് അവർ ചോദിച്ച പൈസ തന്നെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. അവർ തുടക്കം മുതൽ ചോദിച്ചതാണ് 45. അതെന്നെ കൊടുത്തിട്ട് വന്നു. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഒരു അവസ്ഥ അതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു അവസ്ഥയാണ്. മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു പ്ലെയറിന്റെയും മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒരു റൂമർ ഇട്ടാൽ മതി, നമ്മൾ ആ പ്ലെയറിനെ നോക്കിയിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മതി, മാർക്കറ്റ് വാല്യൂ അടിച്ചു കയറും. അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ആരായിരിക്കും നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒന്നിക്ക് മോസ്റ്റ് പ്രോബബ്ലി ഫെർണാണ്ടസ് തന്നെ ആയിരിക്കും. മത്തായസ് ഫെർണാണ്ടസ് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.